അറിയാതെ പോലും ഡിസംബർ 31 വിട്ടുകളയരുത്. അന്നാണ് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിലെ ഏകാദശി വരുന്നത്. ഈ ദിവസം 10 രൂപ ചിലവാക്കി ഈ ഒരേ ഒരു വസ്തു വാങ്ങിയാൽ ലക്ഷ്മി ദേവി നിങ്ങളുടെ വീട്ടിൽ കുടിയിരിക്കുന്നതാണ്. എന്നാൽ ഈ ഒരേ ഒരു തെറ്റ് മാത്രം ചെയ്യുവാനും പാടില്ല. വൈകുണ്ഠ ഏകാദശി എന്നത് മഹാവിഷ്ണുവിന് വിശേഷപ്പെട്ട ദിവസമാണ്. ഓരോ വർഷവും ധനുമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിലെ ഏകാദശി എന്നാണ് അറിയപ്പെടുന്നത്. വർഷം മുഴുവനും വരുന്ന 24 ഏകാദശികളിൽ വ്രതം എടുക്കുവാൻ സാധിക്കാത്തവർ ഈ ഒരേ ഒരു ഏകാദശിയിൽ മാത്രം വ്രതം അനുഷ്ഠിച്ചാൽ അത് വർഷം മുഴുവനും വരുന്ന 24 ഏകാദശികൾ നോറ്റ ഫലം ലഭിക്കുന്നതാണ്. മാത്രമല്ല 30 മുക്കോടി ദേവതകളെ വഴിപാട് ചെയ്ത ഫലവും ലഭിക്കുന്നതാണ്. വൈകുണ്ഠ ഏകാദശി ദിവസം അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ചെന്ന് അതിരാവിലെ തുറക്കുന്ന സ്വർഗവാതിൽ വഴി അകത്ത് ചെന്ന് ഭഗവാനെ ദർശനം നടത്തുന്നതിലൂടെ വളരെ വലിയ പുണ്യങ്ങൾ വന്നു ചേരുന്നതാണ്. ഇനി ലക്ഷ്മി ദേവിക്ക് വളരെ പ്രിയപ്പെട്ട സുഗന്ധമാണ് പച്ചക്കർപ്പൂരത്തിന്റെ വാസന. 10 രൂപ കൊടുത്ത് കുറച്ച് പച്ചക്കർപ്പൂരം വാങ്ങി അത് ഒരു മഞ്ഞ നിറത്തിലുള്ള തുണിയിൽ കിഴികെട്ടി നിങ്ങളുടെ പണപ്പെട്ടിയിലോ അല്ലെങ്കിൽ പൂജാമുറിയിലോ വെക്കുന്നതിലൂടെ വീട്ടിൽ സമ്പൽ സമൃദ്ധി നിറയുന്നതാണ്. ഇനി ഏകാദശി ദിവസം ഒരു കാരണവശാലും അരിഭക്ഷണം കഴിക്കാൻ പാടില്ല. കാരണം ഏകാദശി ദിവസം അരിയിൽ അസുരൻ വസിക്കുന്നതായിട്ടാണ് ഐതിഹ്യം. അതിനാൽ അന്ന് പാൽ, പഴം തുടങ്ങിയവ കഴിച്ച് വ്രതം എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. വൈകുണ്ഠ ഏകാദശി എന്നത് മഹാവിഷ്ണുവിന് വിശേഷപ്പെട്ട ദിവസമാണ്. ഓരോ വർഷവും ധനുമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി വൈകുണ്ഠ ഏകാദശി. നിങ്ങൾ ഒരു വിഷ്ണു ഭക്തനാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഓം നമോ നാരായണായ എന്ന് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.